ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ എക്സ്പ്ലെയിനർ. മൂബിനെ ഏറെ കിസ് ചെയ്യുന്നത് കാണുന്ന ദോങ്മാൻ പെട്ടെന്ന് അവിടുന്ന് തിരിച്ചു പോകുന്നത് കാണിച്ചുകൊണ്ടായിരുന്നല്ലോ 6ാമത്തെ എപ്പിസോഡ് തീർന്നു പോയെ. അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്നാണ് 7ാമത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്ന ദോങ്മാൻ പെട്ടെന്ന് എന്തോ ഓർക്കുന്നതും തിരിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ ചെല്ലുവാണ്. നിങ്ങൾ ഡേറ്റ് ചെയ്യുവാണോ എന്നാണ് ദോങ്മാൻ അവരെ കാണുന്നതും ആദ്യമേ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരല്ലാന്ന് പറയുന്നു. ഇത് കേൾക്കുന്നതും ദോങ്മാൻ മൂബിനോട് പിന്നെ നീ എന്തിനാ അവളെ കിസ് ചെയ്തേ, എന്താ അവകാശം ഉണ്ടായിട്ടാ നീ അവളെ കിസ് ചെയ്തേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ദോങ്മാൻ ഏറെയുടെ ഫ്രണ്ട് ആണെന്ന് മൂബിനറിയാം. എന്നാ ദോങ്മാൻ ഏറെ ഇഷ്ടമുണ്ടോ എന്ന കാര്യത്തിൽ മൂബിന് നല്ല ഡൗട്ട് ഉണ്ട്. അവന്റെ ഈ ജലസൂടെ കാണുന്നതും മൂബിന് ആ സംശയം കൂടുവാണ് ചെയ്യാറുള്ളത്. സോ മൂബിൻ, നീ എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം ബിഹേവ് ചെയ്യുന്നേ, നീ സത്യസന്ധമായിട്ട് പറഞ്ഞേ പറ്റൂ, നിനക്ക് ഏറെ ഇഷ്ടമാണോ അല്ലയോ എന്ന് ചോദിക്കുന്നു. അത്രയും നേരം ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്ന ദോങ്മാൻ ഇപ്പൊ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുവാണ്. ഇന്നിവിടെ എന്തേലുമൊക്കെ നടക്കും, ഇവൻ കാര്യം എന്താന്നുള്ളത് തുറന്നു പറയുമായിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഏറെയോ അവിടെ ഇരിക്കുന്നത്. എന്നാ ദോങ്മാൻ നിന്ന് ബബ്ബ അടിക്കത്തേ ഉള്ളൂ, വേറെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഏറെ അവനോട് നീ എന്തിനാ എന്റെ കാര്യത്തിൽ തലയിടാൻ വരുന്നേ, മൂബിൻ എന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയോ, അവൻ എനിക്ക് എത്രമാത്രം സർപ്രൈസ് തരുന്നുണ്ടെന്ന് നിനക്കറിയോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു. ദോങ്മാൻ, അതാണ് ഞാനും പറഞ്ഞു വരുന്നത്, ഇവനെ കണ്ടാൽ തന്നെ എനിക്ക് ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത്. ഏതോ 4-5 റൊമാൻറ്റിക് മൂവിയും കണ്ടുവന്ന് ഒരു ഐഡിയയും ഇല്ലാതെ ഏതാണ്ട് ക്യൂ ചെയ്തോണ്ടിരിക്കുക. ദയവ് ചെയ്ത് നീ ഇവനെ വിശ്വസിക്കരുത്, ഇവനെ ഡേറ്റ് ചെയ്യുകയും ചെയ്യരുത് എന്ന് പറയുന്നു. ഞാൻ എന്തിനാ നീ പറയുന്നത് കേൾക്കുന്നത്, ഞാൻ ആരെ ഡേറ്റ് ചെയ്താലും നിനക്കെന്താ, നീ എന്തിനാ കെയർ ചെയ്യുന്നത്, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് മൂബിൻ ചോദിച്ച പോലെ തന്നെ ഏറെയും ചോദിക്കുവാണ്. ദോങ്മാൻ ഒത്തിരി ആലോചിച്ച് അതെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് കേട്ട് അവൻ തന്നെ ഷോക്കായി പോകുവാണ്. പിന്നെ ഏറെയുടെ കാര്യം പറയാനുണ്ടോ, അവളും ആകെ ഞെട്ടി ധരിച്ചിരിക്കുവാണ്. പിന്നീട് അവൻ എനിക്ക് നിന്നെയും സോളിയെയും ജൂമാനെയും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്, നമ്മള് ഫ്രണ്ട്സ് അല്ലേ എന്ന് തിരുത്തി പറയുന്ന സമയത്താണ് ഇവന്റെ വായെന്ന് ഒരു പ്രപ്പോസൽ കേൾക്കാനുള്ള യോഗം തനിക്ക് ഉണ്ടാവില്ല എന്ന നഗ്ന സത്യം ഏറെ മനസ്സിലാക്കുന്നത്. അവക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നു. പിന്നെ ഒന്നും നോക്കുന്നില്ല, ഇന്നു മുതൽ ഞാനും മൂബിനും ഒഫീഷ്യലായിട്ട് ഡേറ്റ് ചെയ്യാൻ പോകുവാണ് എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കുവാണ്. മൂബിനും ഷോക്കാവുന്നു, ദോങ്മാനും ഷോക്കാവുന്നു. പക്ഷെ രണ്ടുപേരുടെയും ഇമോഷൻസ് വേറെയാണെന്ന് മാത്രം. ഒരുത്തൻ ഹാപ്പി ആണെങ്കിൽ ഒരുത്തന് ദേഷ്യവും കൺഫ്യൂഷനും സങ്കടവും എല്ലാമാണ് വരുന്നത്. ഇപ്പൊ അവര് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഏറെ സത്യത്തിൽ മൂബിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും ആയിരുന്നില്ല, ദോങ്മാനോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അവള് മൂബിനോട് സോറി, ഞാൻ ആ സമയത്ത് ഒരു ഇമ്പൾസിൽ പറഞ്ഞതായിരുന്നു, നീ അത് കാര്യമാക്കണ്ട എന്ന് പറയുന്നു. അത് പറ്റില്ല, പറഞ്ഞ കാര്യം ഇനി മാറ്റി പറയാൻ ഒരിക്കലും പറ്റില്ല, ഇന്നു മുതൽ നമ്മൾ ഒഫീഷ്യലായിട്ട് ഡേറ്റ് ചെയ്യാൻ പോകുവാണ് എന്ന് മൂബിൻ പറയുന്നത് കേട്ട് ഏറ ദൈവമേ, ദോങ്മാനെ വട്ടാക്കാൻ വേണ്ടി ഞാൻ വലിയൊരു പൊട്ടത്തരമാണ് ചെയ്തതെന്ന് തോന്നുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും മൂബിൻ, നീ ഒരു 10 ഡേറ്റ് മാത്രം എന്റെ കൂടെ വന്നാൽ മതി, ഞാൻ നല്ല കോൺഫിഡന്റ് ആണ്, നിന്റെ ഫ്യൂച്ചർ പാർട്ട്ണർ എങ്ങനെ വേണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്, ഞാൻ അതുപോലെ തന്നെ ബിഹേവ് ചെയ്തോളാം, നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചോളാം എന്ന് പറയുന്നു. കൂടെ തന്നെ വീണ്ടും ഏറെ കിസ് ചെയ്യാൻ പോകുന്നു. ഇത്രയും നേരം ദോങ്മാനെ കാണാത്തത് കൊണ്ട് തന്നെ ഏറെ നേരത്തെ മൂബിനെ ഡേറ്റ് ചെയ്യാൻ പോകുവാണ് എന്ന കാര്യം കേട്ട് അവൻ തെറ്റിപ്പിരിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. മൂബിന് ഇതുപോലെ വല്ല ലൊട്ടിലൊടുക്ക് പരിപാടിയും കൊണ്ട് ഏറെയുടെ അടുത്തേക്ക് പോകുന്ന അവന് നല്ല ഉറപ്പുണ്ടായിരുന്നു. സോ അവനൊരു കല്ലും പിടിച്ച് തന്റെ ഊഴത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. മൂബിൻ ഏറെയുടെ അടുത്തേക്ക് പോകുന്നതും പിന്നെ ഒന്നും നോക്കുന്നില്ല, ഉന്നം പിടിച്ച് ഒരൊറ്റ ഏർ വെച്ച് കൊടുക്കുവാണ് ദോങ്മാൻ. അവിടെ അടുത്ത യുദ്ധം ഉണ്ടാവുകയാണ്. ദോങ്മാനാണെ മൂബിനെ കണ്ണെടുത്താ കണ്ടൂടാ, എങ്ങനെയും ഏറെ അവന്റെ അടുത്തുനിന്ന് വിളിച്ചോണ്ട് പോകണം, അവരെ രണ്ടുപേരെയും തമ്മിൽ തല്ലിക്കണം എന്നൊക്കെയുള്ള ചിന്ത മാത്രമാണ് ദോങ്മാനുള്ള. എന്നാ ഞാൻ മൂബിനെ ഡേറ്റ് ചെയ്താൽ നിനക്കെന്താ എന്ന വാശിയിലാണ് ഏറെയുള്ള. ഏറെയുടെയും മൂബിന്റെയും റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് ദോങ്മാന് സാധിക്കുന്നില്ല. എന്ന ഏറെയെ അവിടുന്ന് തനിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ദോങ്മാന് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ഏറെയുടെ റിലേഷൻഷിപ്പാണ് ഫാന്റാസ്റ്റിക് ഫോറിന്റെ ചർച്ചാ വിഷയം. മൂബിനോ, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, മൂബിൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ പഠിച്ച മൂബിനാണോ എന്ന് ജൂമാൻ ചോദിക്കുന്നു. ആ പൊട്ടൻ തന്നെയാ എന്ന് ദോങ്മാനും റിപ്ലൈ കൊടുക്കുന്നു. ജൂമാൻ, എടാ നിനക്ക് ഓർമ്മയുണ്ടോ, അവൻ ഇഷ്ടമുള്ള പെണ്ണിനെയായിരുന്നു നീ എന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നേ, വല്ല ഐഡിയ ഉണ്ടോ നിനക്ക് എന്ന് ചോദിക്കുന്നു. ഒരുപാട് ആലോചനയ്ക്ക് ശേഷമാണ് ദോങ്മാൻ അതുപോലെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നത് പോലും. ബൊറാമിനെ കുറിച്ചായിരുന്നു ജൂമാന പറഞ്ഞത്. അവളും ഏറെയും തമ്മിൽ അന്ന് വലിയൊരു പ്രശ്നം തന്നെ നടക്കുകയും ചെയ്തതാണ്. അത് ഓർക്കുന്നതും അത് ശരിയാണല്ലോ, അവക്ക് എന്നെ ഇഷ്ടമായിരുന്നു, മൂബിന് അവളെ ഇഷ്ടമായിരുന്നു എന്ന് ദോങ്മാൻ പറയുന്നു. ഏറയ്ക്ക് അത് കേൾക്കുന്ന സമയത്ത് എന്തോ പോലെ ആവുന്നുണ്ട്. എങ്കിലും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, മൂബിന് അതുപോലെയുള്ളവളുമാരെ ഒന്നും ഇഷ്ടാവത്തില്ല എന്ന് പറഞ്ഞ് മൂബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നൈറ്റ് മൂബിനുമായിട്ട് ഒരു ഡേറ്റിനും ഏറെ പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും വട്ടായിരിക്കുവാണ് ദോങ്മാൻ. അവനെ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വട്ട് പിടിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തോടെ ഏറ നീ ഇന്ന് രാത്രി എന്നെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ടാട്ടോ, ഞാൻ മൂബിന്റെ കൂടെ ആയിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ചിലപ്പോ നൈറ്റ് വീട്ടിലേക്ക് വന്നു ഉണ്ടാവില്ല എന്നൊക്കെ ഡബിൾ മീനിങ്ങോടുകൂടെ സോളിയോട് സംസാരിക്കുന്നു.
സോളിയാണേൽ ഏറെയുടെ ഉദ്ദേശമൊന്നും അറിയുന്നില്ലല്ലോ. അവള് നിനക്ക് മുടി അഴിച്ചിടുന്നതിനേക്കാൾ നല്ലത് പോണിട്ടയിൽ കെട്ടുന്നതാട്ടോ, മൂബിൻ ഒന്നുകൂടെ വീണുപോകും എന്ന് പറയുന്നു. മൂബിൻ അങ്ങനെ വീണുപോകാൻ ദോങ്മാൻ സമ്മതിക്കോ? സോളി അത് പറയുന്നത് കേൾക്കുന്നതും ദോങ്മാൻ ഏറെയുടെ ഹെയർ ടൈം വലിച്ചുകൊണ്ട് ഓടുവാണ് ചെയ്യുന്നത്. ഏറെയാണേൽ അവളെ കൊണ്ട് പറ്റുന്ന പോലെ അവനെ ചീത്ത പറയുകയും ചെയ്യുന്നു. ഇവിടെ തക്സുവും അവന്റെ മാനേജറും കോച്ചും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. വിഷയം എന്താണെന്ന് അറിയാവോ? തക്സു ഒരു ഫ്രോഡ് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഫോറിൻ പ്ലെയറെ വിളിച്ചുകൊണ്ട് വന്ന് ദോങ്മാനെതിരെ ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ദോങ്മാന്റെ കോച്ച് പ്രൂവ് ചെയ്ത് റിപ്പോർട്ടേഴ്സിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷയം ഇപ്പൊ വലിയൊരു ന്യൂസ് ആയിരിക്കുവാണ്. അതിനെക്കുറിച്ചാണ് ഇപ്പൊ അവര് ഡിസ്കസ് ചെയ്യുന്നത്. ഏത് സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിലും അത് തക്സുവിന്റെ ഇമേജിനെ ബാധിക്കും. ഏതേലും ഒരു സൈഡ് പിടിച്ച് തന്റെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതൽ പണി വാങ്ങുന്നതിലും നല്ലത് ഇതിനേക്കാൾ ട്രെൻഡിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത് ഈ ഒരു ന്യൂസ് ഇല്ലാതാക്കുക എന്ന തീരുമാനത്തിലേക്ക് അവര് മൂന്നുപേരും എത്തുവാണ്. ഇവിടെ കോച്ചിന്റെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടമാണ്. ദോങ്മാൻ ഫൈറ്റ് ചെയ്യുമെന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ കോച്ച് തന്റെ എല്ലാ പണവും ദോങ്മാന്റെ മേലെയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അവനെ പ്രൊമോട്ട് ചെയ്യാനും അവനെ ടേക്ക് കെയർ ചെയ്യാനും വേണ്ടി കോച്ച് തന്റെ സേവിങ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ റെന്റ് കൊടുക്കാൻ കോച്ചിന് സാധിക്കുന്നില്ല. ബിൽഡിംഗ് ഓണർ, നിങ്ങൾ എനിക്ക് പണം തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും എന്ന് കോച്ചിനോട് പറയുന്നു. കോച്ചാണെങ്കിൽ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബിൽഡിംഗ് ഓണറുടെ കൈയും കാലും പിടിച്ച് ആ പ്രശ്നം പരിഹരിക്കാനും നോക്കുന്നുണ്ട്. ഇത് കണ്ട് അവിടെ ഒരു സീനിയർ ഉണ്ടായിരുന്നല്ലോ, ദോങ്മാനെ ഇഷ്ടമില്ലാത്ത ഒരുത്തൻ. അവൻ ദോങ്മാനെയാണ് ചീത്ത പറയുന്നത്. നീ വരുന്നത് വരെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, നീ വന്നതിന് ശേഷം സംഭവിക്കുന്നത് നോക്ക്. കോച്ച് എല്ലാ പണവും നിനക്ക് വേണ്ടിയാണ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തിനാണെന്നാണ് എനിക്കറിയാത്തത്. നിന്നെക്കൊണ്ട് ഉപദ്രവം അല്ലാതെ ആർക്കും ഉപകാരമൊന്നും ഇല്ലല്ലോടാ എന്നൊക്കെ ദോങ്മാനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സീനിയർ സംസാരിക്കുന്നു. അവൻ പാവമൊന്നും മിണ്ടുന്നില്ല. താൻ കാരണമാണല്ലോ കോച്ചിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന കുറ്റബോധമാണ് അവന് തോന്നുന്നത്. സത്യത്തിൽ ഈ റെന്റ് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതെല്ലാം തക്സുവിന്റെയും തക്സുവിന്റെ മാനേജറുടെയും പരിപാടിയാണ്. ദോങ്മാൻ ഒരു കാരണവശാലും ഫൈറ്റിംഗിലേക്ക് തിരിച്ചു വരരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് അവര് രണ്ടുപേരും ഉള്ളത്. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഏറെയാണ് മൂബിനെ കാണാൻ വേണ്ടി അവൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വന്നേക്കുവാണ് കേട്ടോ. മൂബിൻ നല്ല ബിസിയാണ്. കാരണം ആ ഹോസ്പിറ്റലിന്റെ ഹെഡ് ആണെന്ന് തോന്നുന്നു അങ്ങേര് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാള് ജപ്പാനീന്നാണ്. അദ്ദേഹത്തെ വെൽക്കം ചെയ്യേണ്ടത് മൂബിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഏറാ, നീ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു വാ, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നു. ഇത് കേൾക്കുന്നത് മൂബിൻ പെട്ടെന്ന് തന്നെ പോയി അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ അദ്ദേഹത്തോട് ജാപ്പനീസിൽ സംസാരിക്കുന്നത് കേട്ടേറാ ഇവന് ജാപ്പനീസ് പറയോ, ഇവൻ എന്തുകൊണ്ടും പെർഫെക്റ്റ് ആണല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ അവള് മൂബിനെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്താണ് ഏറെ മൂബിന്റെ ഫ്രണ്ട്സിനെ കാണുന്നത്. അന്ന് അവള് സൈഡ് മിറർ തള്ളിപ്പൊട്ടിച്ച് അവസാനം സ്റ്റേഷനിലേക്ക് വരെ പോയിട്ടുണ്ടായിരുന്നല്ലോ അവന്മാര് തന്നെ. ഏറെക്ക് അവരെ ഫേസ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. സോ കാണാത്തതുപോലെ ഇരിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ അവന്മാര് രണ്ടുപേരും അവളുടെ അടുത്തേക്ക് വരുന്നു. അവന്മാര്, ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്ന് സോറി ചോദിക്കണം എന്ന് കരുതി ഇരിക്കുവായിരുന്നു. എന്തായാലും ഇപ്പൊ നിന്നെ ഇവിടെ വെച്ച് കണ്ട സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ പറയാം. അന്ന് നിന്നോട് അങ്ങനെയൊന്നും ചെയ്യാനോ പറയാനോ പാടില്ലായിരുന്നു. ഈ അടുത്താണ് ഞങ്ങൾ നീയും മൂബിനും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് അറിഞ്ഞ് എന്ന് പറയുന്നു. ഏറെക്ക് അവരോട് നല്ല ദേഷ്യം ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്, നാളെ ഈവനിങ് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ പാർട്ട്നേഴ്സിന്റെ കൂടെ ആയിരിക്കും വരുന്നത്. മൂബിൻ നിന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അതുപോലൊരു പാർട്ടി നടക്കുന്ന വിവരം പോലും ഏറെ അറിയുന്നത്. മൂബിനാളൊരു ഷൈ ടൈപ്പ് ആണ്. ഒരുപക്ഷെ നിന്നോട് ഈ കാര്യം പറഞ്ഞാൽ നീ എന്ത് വിചാരിക്കുന്ന കരുതിയായിരിക്കും ഒരുപക്ഷെ അവൻ നിന്നെ ഇൻവൈറ്റ് ചെയ്യാതിരുന്നത്. ഇതുപോലെ എപ്പോഴെല്ലാം പാർട്ടി ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം അവൻ ഒറ്റയ്ക്കാണ് വരാറ്. സോ ഇത്തവണ നീ ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുത്തു നോക്ക്, അവൻ ഒരുപാട് ഇഷ്ടാവും. അത് ഞാനൊരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നെല്ലാം ഫ്രണ്ട് പറയുന്നു. ഏറെ ആ കാര്യത്തെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ തവണയും മൂബിനാണല്ലോ അവക്ക് സർപ്രൈസ് കൊടുക്കാറുള്ളത്. ഇപ്രാവശ്യം അവനൊരു സർപ്രൈസ് കൊടുത്താലോ എന്ന ചിന്ത അവക്ക് വരുവാണ്. ഇവിടെ ദോങ്മാനാണെങ്കിൽ ആകെ നെഗറ്റീവ് അടിച്ചിരിക്കുവാണ് കേട്ടോ. കോച്ചിന് ഞാൻ കാരണം കടം വന്നല്ലോ എന്ന ചിന്തയാണ് അവനുള്ളത്. സോ അവൻ ഈ സോസേജ് ഒക്കെ വിൽക്കാൻ വേണ്ടി കോച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുവാണ്. ഈ സമയത്ത് ഏറെയുടെ കാര്യം ആലോചിച്ച് അവന് ഒരു സമാധാനവും ഇല്ല. അവള് വീട്ടിലേക്ക് വരില്ല എന്നും പറഞ്ഞു പോയതായിരുന്നല്ലോ, ഇനി അവളെങ്ങാൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിലോ എന്ന ചിന്തയിൽ അവൻ അവക്ക് കോൾ ചെയ്ത് നോക്കുവാണ്. അവള് കോൾ അറ്റൻഡ് ചെയ്യുന്ന ദോങ്മാൻ, നീ എന്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ മാസം ഉപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതെവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. ഏറെ മൂബിന്റെ കൂടെ കാറിലാണുള്ളത്. എന്നോ വാങ്ങിയ ഉപ്പിനെ കുറിച്ചും ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചും ദോങ്മാൻ എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ട് അവനോട് സംസാരിക്കാൻ വേണ്ടി ഏറെ കാറിൽ നിന്ന് ഇറങ്ങുന്നു. ദോങ്മാൻ അവസാനം ഒരു സമാധാനവും ഇല്ലാതെ നീ എവിടെയാ ഉള്ളേ എന്ന് ചോദിക്കുന്നു. അവള് മൂബിന്റെ കൂടെ ഇരുന്ന് ഡ്രിവൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അതായത് നമ്മൾ കാറിലായിരിക്കും, തൊട്ട് മുന്നേ സ്ക്രീനിലായിട്ട് മൂവി പ്ലേ ചെയ്യുന്നുണ്ടാവും. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ദോങ്മാൻ ഏറെക്ക് കോൾ ചെയ്തത്. ഇതറിയുന്ന ദോങ്മാൻ അവന്റെ എല്ലാ സമാധാനവും പോയി എന്താ നീ എവിടെയാ ഉള്ള എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഏറെയാണേലോ ഞാൻ നല്ല കൂളായിട്ടിരുന്ന് സിനിമ കാണുമായിരുന്നു, നീയാണിപ്പോ എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തേ, ഇനി ഇതുപോലെ ഉപ്പും മുളകും ചോദിച്ച് എന്നെ വിളിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് അവൾ കാറിലേക്ക് കയറുന്നു. ഈ സമയത്ത് സിനിമയിൽ കിസ്സിംഗ് സീനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സൗണ്ട് കേട്ട് ദോങ്മാൻ ടെൻഷനായി അതെന്തിന്റെ സൗണ്ടാ എന്ന് ചോദിക്കുന്നു. അത് കിസ്സിങ്ങിന്റെ എന്ന് പറഞ്ഞ് ഏറെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. എന്നാ ദോങ്മാൻ അതുപോലെ കൂളായിട്ട് ഫോൺ എടുത്തു വെക്കാനുള്ള ഒരു അവസ്ഥയിലൊന്നും അല്ല ഉള്ളത്. അവനാകെ ടെൻഷനായി നിൽക്കുവാണ്. എങ്ങനെയും ഏറെയുടെ അടുത്തേക്ക് എത്തണം എന്ന ചിന്ത മാത്രമേ അവനുള്ളൂ.
ഡ്രിവൻ സിനിമയെ കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് 18+ റിലേറ്റഡ് ആയിട്ടുള്ള കമന്റ്സ് ആണ് കാണുന്നത്. പിന്നെ അവന് സമാധാനം ഉണ്ടാവോ? കോച്ചിന്റെ ഫുഡ് ട്രക്കും എടുത്ത് അവൻ ഏറയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുവാണ്. കൂടെ കോച്ചിനോടും വാ കേറ്, പെട്ടെന്ന് കേറ് എന്നൊക്കെ വിളിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിയിൽ ഡ്രിവൻ സിനിമ ഏതൊക്കെ ലൊക്കേഷനിലാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അവൻ വിളിച്ച് അന്വേഷിക്കുന്നത് കേട്ട് തന്റെ ബിസിനസ് വളരാൻ വേണ്ടിയാണ് അവൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നെല്ലാമാണ് കോച്ച് വിചാരിക്കുന്നത്. ഏറയുടെ അടുത്തേക്ക് എത്താനാണ് അവൻ ഇത്രയ്ക്ക് ധൃതി പിടിക്കുന്നതെന്ന് പാവം കോച്ചിന് അറിയത്തില്ല. എന്തായാലും ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം അവൻ ഏറെയുള്ള സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഏറയ്ക്കും കോൾ ചെയ്തുകൊണ്ടാണ് അവൻ അതിലൂടെ നടക്കുന്നത്. ദോങ്മാൻ അവളുടെ കാറിന്റെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ആ കറക്റ്റ് ടൈമിൽ തന്നെ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴുന്നത് കാരണം അവൾ അത് എടുക്കാൻ വേണ്ടി കുനിയുന്നു. സോ അവൻ അവളെ കാണുന്നില്ല. ആ കാർ പാസ് ചെയ്ത് അവൻ മുന്നോട്ട് നടക്കുന്നു. ഒരു കാറിലെ കപ്പിൾസ് കിസ് ചെയ്യുന്നത് കാണുന്നതും അവൻ വിചാരിക്കുന്നത് അത് ഏറെയാണെന്നാണ്. നേരെ അങ്ങോട്ട് ചെന്ന ആ കാറിന്റെ ഡോറും തുറന്ന് അവിടെ ഒരു യുദ്ധം തന്നെ ദോങ്മാൻ നടത്തുന്നുണ്ട്. പിന്നീടാണ് അത് ഏറെയല്ല എന്നുള്ള സത്യം ദോങ്മാൻ മനസ്സിലാക്കുന്നത്. സോ അവരോട് സോറി പറഞ്ഞ് അവൻ മുന്നോട്ട് പോകുന്നു. തൊട്ടടുത്ത കാറിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അയ്യേ ഇതെന്തുവാടെ ഇത്, ഈ സ്ഥലം തീരെ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ തിരിയുന്നതേ കാണുന്നത് മൂബിനെയാണ്. ദോങ്മാന്റെ കൈ കിട്ടിയ തന്റെയും ഏറയുടെയും ഡേറ്റ് കൊള്ളവാക്കി കൈ തരും എന്ന കാര്യത്തിൽ മൂബിന് യാതൊരു സംശയവും ഇല്ല. അവനെ കാണുന്നതും ദോങ്മാൻ ദേഷ്യത്തിൽ ഡാന്നും പറഞ്ഞ് അലറുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മൂബിന്റെ ഭാഗ്യം ദോങ്മാന്റെ നിർഭാഗ്യം എന്ന് പറയേണ്ടി വരും. കാരണം കറക്റ്റ് ടൈമിൽ സെക്യൂരിറ്റി വരുവാണ്. സെക്യൂരിറ്റി ദോങ്മാനോട് സംസാരിക്കുന്ന ചാൻസ് മിസ് ചെയ്യാതെ മൂബിൻ അവിടുന്ന് ഓടുന്നു. ദോങ്മാനും അവന്റെ പുറകെ ഓടുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കയ്യിലുണ്ടായിരുന്ന പോപ്കോൺ വരെ ദോങ്മാനെ എറിഞ്ഞോടിക്കാൻ വേണ്ടി മൂബിൻ യൂസ് ചെയ്യുന്നുണ്ട്. അത്രയും കാറുകൾക്കിടയിലൂടെ ഒരു ഓട്ട മത്സരം തന്നെ നടക്കുന്നു. അതിൽ വിജയിക്കുന്നത് മൂബിനാണ് കേട്ടോ. അവൻ ദോങ്മാനെ ഡിസ്ട്രാക്ട് ചെയ്ത് കാറിലേക്ക് കയറുന്നു എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ച് ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്നു. ആരുടെയോ സംസാരം പുറകിൽ നിന്ന് കേൾക്കുന്നത് കാരണം തിരിഞ്ഞു നോക്കാൻ ഏറെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ മൂബിൻ അവളുടെ പോണിട്ടയിൽ പിടിച്ചു വെക്കുന്നത് കാരണം ഏറയ്ക്ക് അതിന് സാധിക്കുന്നില്ല. ദോങ്മാനാണേലോ എല്ലാ പ്ലാനും ഫെയിൽ ആയല്ലോ എന്നുള്ള ഡിസപ്പോയിന്റ്മെന്റിലാണ് ഉള്ളത്. ആ നിരാശയിലാണ് അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും. എന്നാൽ അവിടെ എത്തുന്ന സമയത്ത് അവന്റെ നിരാശ മാറി ദേഷ്യമാണ് വരുന്നത്. കാരണം ഹേറാൻ അവിടെ ഉണ്ട്. ഹേറാൻ, ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, നമുക്ക് കുക്ക് ചെയ്ത് ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചെയ്യുന്നേ? എന്നെ കോണ്ടാക്ട് ചെയ്യരുതെന്നും ഇങ്ങോട്ടേക്ക് വരരുതെന്നും ഒക്കെ ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ദോങ്മാനും ചോദിക്കുന്നു. ഇത് കേട്ടിട്ടും ഹേറാൻ ഒന്നും സംഭവിക്കാത്തതുപോലെ സംസാരിക്കാനാണ് നോക്കുന്നത്. ദോങ്മാൻ ആണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ തീരെ താല്പര്യം ഇല്ലതാനും. ഈ സമയത്താണ് മൂബിനും ഏറെയോ അങ്ങോട്ടേക്ക് വരുന്നത്. അവള് കാണുന്നതേ ദോങ്മാനെയും ഹേറാനെയോ ആണ്. അവരെ ഒരുമിച്ച് കണ്ട് ഏറയ്ക്ക് വീണ്ടും ദേഷ്യം വരുവാണ്. മൂബിന്റെ ഒരു ക്യാരക്ടർ വെച്ച് കാറ് നിർത്തിയ സ്ഥിതിക്ക് ഏറയ്ക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കേണ്ടതാണല്ലോ. ഇത്തവണ എക്സ്പെൻസീവ് ആയ ഒരു ചെരുപ്പാണ് മൂബിൻ വാങ്ങി വന്നേക്കുന്നത്. ഇത് നീ ഇട്ട് നോക്ക്, നിനക്ക് നല്ല ഭംഗിയുണ്ടാവും. ഈ ചെരുപ്പ് കണ്ടപ്പോഴേ എനിക്ക് നിന്നെയാണ് ഓർമ്മ വന്നത് എന്ന് മൂബിൻ പറയുന്നു. ഏറാ, അയ്യോ ഇതെന്തിനാ ഇത്ര എക്സ്പെൻസീവ് ആയതൊക്കെ വാങ്ങി വന്നേക്കുന്നത്? ഇതിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. സത്യം പറഞ്ഞാൽ നീ എനിക്ക് സർപ്രൈസ് അല്ല സ്ട്രെസ് ആണ് തന്നോണ്ടിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മൂബിൻ അവളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതൊന്നും ദോങ്മാന് തീരെ പിടിക്കുന്നില്ല. അവൻ നേരെ വന്ന് മൂബിനോട് ഈ കാർ ഇതുപോലെ ഇവിടെ പാർക്ക് ചെയ്തിടാൻ പറ്റില്ല, എടുത്തോണ്ട് പോവാൻ നോക്ക് എന്ന് പറയുന്നു. മൂബിന്റെയും ഏറയുടെയും സംസാരം ചളവാക്കുക എന്നുള്ളത് ദോങ്മാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയൊന്നും അല്ലല്ലോ. എല്ലാ പ്രാവശ്യവും ഇതൊക്കെ തന്നെയാണ് അവന്റെ പരിപാടി. സോ മൂബിൻ അവനോട് ഏറെ നിന്നോട് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമോ, ഫ്രണ്ടാണെന്നും പറഞ്ഞ് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരരുത് എന്ന് പറയുന്നു. ദോങ്മാൻ, ഞാൻ പറയും, കാരണം ഞാൻ അവളുടെ ഫ്രണ്ട് മാത്രമല്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നു. പിന്നെ നിനക്ക് അവളുമായിട്ട് എന്താ റിലേഷൻ എന്ന് എല്ലാവരും ചോദിക്കുകയും ചെയ്യുന്നു. ഇത്തവണയെങ്കിലും ദോങ്മാൻ അവന്റെ മനസ്സിലുള്ളത് പറയുമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ പറയുന്നില്ല. പകരം ഞാൻ അവളുടെ ഗാർഡിയൻ ആണ്. അവളുടെ അച്ഛൻ എന്നെയാണ് അവളെ വിശ്വസിച്ച് ഏൽപ്പിച്ചേക്കുന്നത്. അവളുടെ അച്ഛൻ എന്നെ ഒരുപാട് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ ഒരു തെറ്റും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ചോദ്യം ചെയ്യും എന്നെല്ലാം നോൺ സ്റ്റോപ്പ് ആയിട്ട് പറയുന്നു. ഏറെക്ക് അത് കേട്ട് വട്ടായി മൂബിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അതും എന്റെ മൂബിൻ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂബിൻ ഒരുപാട് ഹാപ്പിയാണ്. അവൻ ഹാപ്പിയാണ്. എന്നാൽ ദോങ്മാൻ ആകെ കലിപ്പായി എന്തേലും ഒക്കെ ചെയ്യേ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. വീട്ടിലെത്തിയതിനു ശേഷം അവൻ ഒരുപാട് ആലോചിച്ച് അവസാനം ഏറെക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഹേറാനെ കോണ്ടാക്ട് ചെയ്തൊന്നുമല്ല, അവളായിട്ട് വന്നതാണ് എന്നാണ് ദോങ്മാൻ അയച്ച മെസ്സേജ്. ആ മെസ്സേജ് കണ്ട് ഏറെ അവന് കോൾ ചെയ്യുന്നു. അവള് നിന്നെ കാണാൻ വന്നാലും വന്നില്ലേലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, നീ ഇതെല്ലാം എന്തിനാ എന്നോട് പറയുന്നേ എന്നാണ് ഏറെ അവനോട് ചോദിക്കുന്നത്. നീ എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ലാന്ന് എനിക്ക് തോന്നി. സോ ആ തെറ്റിദ്ധാരണ ഞാൻ ക്ലിയർ ചെയ്തതാ എന്ന് ദോങ്മാൻ പറയുന്നു. ഏറാ, നീ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം ആലോചിച്ച് ഞാൻ ഇമാജിൻ ചെയ്തിരിക്കുവാണെന്നോ? എനിക്ക് വേറെ പണിയുണ്ട് ചെറുക്ക എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്ത് പോകുന്നു. നേരിട്ട് മാത്രമല്ല കേട്ടോ, ഓൺലൈനിലൂടെയും ദോങ്മാനും മൂബിനും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പറയാൻ കാരണം മൂബിൻ ഏറയുടെ എല്ലാ ഇൻസ്റ്റാ പോസ്റ്റിനും ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ദോങ്മാനും കാണുന്നുണ്ട്. അവൻ ഇന്നേ വരെ ഏറയുടെ പോസ്റ്റിനൊന്നും ലൈക്ക് ചെയ്തിട്ടില്ല. മൂബിൻ അത്രയും ഫോട്ടോസ് ലൈക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഞാനും എന്തെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യണമല്ലോ എന്ന് കരുതി അവൻ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. പക്ഷേ
അവൻ ലൈക്ക് ചെയ്യുന്നില്ല. അങ്ങനെ അവന്റെ മനസ്സിൽ അവൻ തന്നെ ഒരു ബാറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൈതട്ടി അറിയാതെ ഏറയുടെ പോസ്റ്റിന് ലൈക്ക് പോകുന്നത്. അത് ദൊങ്മാനും ഏറയ്ക്കും ഷോക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നാ താൻ ലൈക്ക് ഇട്ടു എന്ന് കരുതി ഏറയ്ക്ക് സംശയം തോന്നാൻ പാടില്ലല്ലോ. സോ അവൻ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് മൂബിൻ കമന്റ് ഇട്ടതിന്റെ താഴെ നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല, വൃത്തികേടായിട്ടുണ്ട് എന്നാണ് കമന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ ഓഫീസിൽ നിന്ന് ജൂമാൻ ഒരു ഹാപ്പി ന്യൂസ് കേൾക്കുവാണ്. അവന് പ്രമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അവൻ പെട്ടെന്ന് തന്നെ സോളിയെ വിവരം അറിയിക്കുന്നു. സോളിയാണെ ജൂമാനേക്കാ ഹാപ്പിയാണ്. അവര് രണ്ടുപേരും തുള്ളിച്ചാടി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്താണ് ആരോ ഡോറ് നോക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നത്. ആക്ച്വലി അവര് രണ്ടുപേരും ഉള്ളത് മീറ്റിംഗ് റൂമിലാണ് കേട്ടോ. ഇപ്പൊ മീറ്റിംഗ് നടക്കേണ്ട സമയമാണ്. ജൂമാൻ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് അവൻ സോളിയെയും വിളിച്ച് മീറ്റിംഗ് റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ സോളിയെ കബോർഡിന്റെ ഉള്ളിലാക്കിയതിനു ശേഷമാണ് കൊളീഗ്സിന് വേണ്ടി ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് മീറ്റിംഗ് തീരുമെന്നാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കുന്നു. പാവം സോളിയാണേലോ ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അവള് കൂർക്കം വലിക്കുന്ന സൗണ്ട് കേട്ട് മാനേജർ ഇതെവിടുന്ന് ഈ ശബ്ദം എന്ന് ചോദിക്കുന്നു. ദൊങ്മാൻ ആകെ ടെൻഷൻ ആവുന്നു. എന്നാൽ പെട്ടെന്ന് അവനൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ഒത്തിരി നേരമായില്ലേ, എല്ലാവരും ടയേർഡ് ആയിട്ടുണ്ടാവും, ഒന്ന് റിഫ്രഷ് ആയി വരുന്നതായിരിക്കും നല്ലത് എന്ന് ജൂമാൻ മാനേജറിന് സജസ്റ്റ് ചെയ്യുന്നു. തന്റെ ടീമിലുള്ള ആരോ ആണ് കൂർക്കം വലിച്ചതെന്ന് കരുതി മാനേജർ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ജൂമാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാവരും പോകുന്നുണ്ട്. പക്ഷെ ഇന്റേൺ മാത്രം പോകുന്നില്ല. ഇന്റേൺ അവനോട് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ജൂമാൻ അതിന്റെ ആവശ്യമില്ല, നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കാരണം സോളി കബോർഡിലുണ്ട്. അവൾ അറിഞ്ഞ അതൊരു വലിയ വിഷയം തന്നെയാവും. എന്നാൽ ഇന്റേൺ ആണേലോ സംസാരിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണുള്ളത്. സാർ ഇതിനെ അവോയ്ഡ് ചെയ്യുന്നത്, എന്റെ ഫീലിംഗ്സ് കാണിക്കാനായിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ടും ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് സാറിന് മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ എന്നോട് സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. അന്ന് ഞാൻ സാറിനെ കിസ് ചെയ്തില്ലേ, എന്നിട്ടും ഞാൻ എന്താ പറയാൻ ട്രൈ ചെയ്യുന്നതെന്ന് സാറിന് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിച്ച് ദേഷ്യത്തിൽ അവൾ അവിടുന്ന് പോകുന്നു. ജൂമാനാകെ പകച്ചു പോയിരിക്കുവാണ്. കാരണം ആ ഒരു കിസിന്റെ കാര്യം ഒരു ഈച്ച കുഞ്ഞിനോട് പോലും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യമാണ് ഇപ്പൊ സോളിയുടെ മുന്നിൽ ഇതുപോലൊരു സിറ്റുവേഷനിൽ പുറത്തു വന്നേക്കുന്നത്. കബോർഡ് തുറന്ന് തന്നെ നോക്കുന്ന സോളിയെ എന്ത് പറഞ്ഞു കൂളാക്കണോ എന്ന് ജൂമാൻ അറിയുന്നില്ല. ഇവിടെ ദൊങ്മാന്റെ കോച്ച് ഒരു റെസ്റ്റോറന്റിന്റെ മുന്നിലായിട്ട് തന്റെ ഫുഡ് ട്രക്കും കൊണ്ട് വന്നേക്കുവാണ് കേട്ടോ. ഈ സമയത്ത് ദൊങ്മാനോട് സംസാരിക്കുന്നു. എടാ, നമ്മളിനി റെന്റ് സാധാരണ പോലെ തന്നെ പേ ചെയ്താൽ മതി, അവിടുന്ന് ഇറങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആ പ്രശ്നമൊക്കെ സോൾവ് ആയിട്ടുണ്ട്. ആ ബിൽഡിംഗ് വേറെ ആരോ വാങ്ങിയിട്ടുണ്ട്. ആരാ വാങ്ങിയത് എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ നമ്മളിപ്പോ എന്തായാലും ഫ്രീ ആണ്, വേറെ സ്ഥലം തിരഞ്ഞു പോകേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് പറയുന്നു. ഈ സമയത്ത് ഒരു പെണ്ണ് കോച്ചിനോട് തർക്കിച്ചുകൊണ്ട് വരുവാണ്. അവരുടെ റെസ്റ്റോറന്റിന്റെ മുന്നിലാണ് കോച്ച് ഫുഡ് ട്രക്കും കൊണ്ട് വന്നേക്കുന്നത്. അത് ബിസിനസിനെ ബാധിക്കുമല്ലോ, അത് കാരണം. അത് ആരാണെന്നറിയോ? ബോറാമാണ്. ദൊങ്മാൻ ആദ്യമായിട്ട് ഒരാളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മൂബിന്റെ ജേഴ്സി ഒക്കെ കാണിച്ച്. അവളാണ് അത്. ഇപ്പൊ അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ റെസ്റ്റോറന്റ് ഓണറുടെ മരുമകളാണ് അവള്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ദൊങ്മാനും ബോറാമും കാണുവാണ്. ഇതുപോലൊരു കൂടിക്കാഴ്ച അവർ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത്ഭുതത്തിൽ അവർ നോക്കി നിൽക്കുവാണ്. ഇവിടെ ഏറെയാണേൽ ആ പാർട്ടിക്ക് പൊക്കോണ്ടിരിക്കുവാണ്. മൂബിൻ കൊടുത്ത ചെരുപ്പാണ് അവൾ ഇട്ടേക്കുന്നത്. ആ സൈസ് അവൾക്ക് മാച്ച് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എങ്കിലും പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പെർമിഷൻ ചോദിക്കുന്നു. ആ സമയത്താണ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് കയറ്റി വിടൂ എന്ന കാര്യം അവൾ അറിയുന്നത്. സോ അവൾ മൂബിന് കോൾ ചെയ്യാൻ വേണ്ടി എൻട്രൻസിന്റെ ഭാഗത്തേക്ക് വരുന്നു. ഈ സമയത്ത് തന്നെ മൂബിനും ഒരു കാറിൽ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് ഏറെ ഹാപ്പി ആവുന്നു. എന്നാൽ ആ സന്തോഷം പെട്ടെന്ന് തന്നെ കൺഫ്യൂഷനായി മാറുവാണ്. കാരണം കാറിൽ നിന്നും അവൻ വേറൊരു പെണ്ണിനെയും വിളിച്ചിറക്കിക്കൊണ്ടാണ് വരുന്നത്. ഏറെയെ കാണുന്ന മൂബിൻ ഷോക്ക് ആവുന്നുണ്ട്. എങ്കിലും അവളെ കാണാത്തതുപോലെ പോകാനാണ് അവൻ ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഏറെ അവനെ പിടിച്ചു നിർത്തി ഇതെന്താ സംഭവം, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നു. ഇത് കണ്ട് മൂബിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേള് മൂബിനോട് ഏറെയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, ജാപ്പനീസിൽ. ഏറെ തന്റെ പേഷ്യന്റ് ആണെന്നാണ് മൂബിൻ ജാപ്പനീസിൽ അവൾക്ക് റിപ്ലൈ കൊടുക്കുന്നത്. ആക്ച്വലി ഈ ഗേള് മൂബിന് നല്ല സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഹോസ്പിറ്റലിന്റെ ഹെഡ്, അദ്ദേഹത്തിന്റെ മകളാണ് കേട്ടോ. അവളുടെ കൂടെ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മൂബിൻ ഏറെയെ പാർട്ടിക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാതിരുന്നത്. ഇനിയാണ് മൂബിന്റെ ശരിക്കുള്ള ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരേ സമയം മൂബിൻ രണ്ടുപേരെയാണ് പ്രേമിക്കുന്നത്. അതും പ്രേമിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മറ്റേ ഗേളുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏറെയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവന് കോള് വരാറുണ്ട്. അതെല്ലാം ആ ഗേളായിരുന്നു വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇത്രയും കാലം നല്ലവനാണെന്ന് പറഞ്ഞ് നീ അഭിനയിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലേ, നീ പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലേ എന്ന് ഏറെ ചോദിക്കുന്നു. മൂബിനതിന് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകുവാണെന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ എന്ന് കരുതി ഞാൻ നിന്നെ വിട്ടുകൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാനിപ്പോ കല്യാണം കഴിച്ചു എന്ന് വെച്ചാൽ എന്താ കുഴപ്പം, നിന്നെ നന്നായി തന്നെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റും എന്നൊരുമാതിരി വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നു. ജപ്പാനിൽ അവള്, കൊറിയയിൽ ഇവള് എന്നതായിരുന്നു മൂബിന്റെ പ്ലാൻ എന്നും എന്തുകൊണ്ടായിരുന്നു അവൻ 10 ഡേറ്റിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഏറെക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഏറാ, നീ എന്തിനാ എന്നോട് ഇതുപോലൊരു വിശ്വാസവഞ്ചന ചെയ്തേ എന്ന് ചോദിക്കുന്നു. ദൊങ്മാൻ കാരണമാണ് ഞാൻ ഇതെല്ലാം ചെയ്തേ. അവന്റെ കയ്യിൽ ഒന്നുമില്ല, അവൻ സത്യം പറഞ്ഞ ഒരു തോൽവിയാണ്. എന്നാ നിനക്കറിയോ, അവൻ ഒരുപാട് ഹാപ്പിയാണ്. അവൻ ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ ഹാപ്പിയായി ജീവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ. കാരണം ദൊങ്മാൻ അവന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രഷ്യസ് ആയിട്ട് കാണുന്നത് നിന്നെയാണ് എന്ന് മൂബിൻ പറയുന്നു. ഏറെക്ക് ഇത് കേൾക്കുന്നവൻ നന്നായിട്ട് ദേഷ്യം വരുന്നു. നീ പറഞ്ഞതുപോലെ തന്നെ അവന് നിന്നെ പോലെ നല്ല ജോലി
ജോലിയില്ല, നിന്നെ പോലെ റിച്ച് അല്ല, അവൻ ഒന്നുമില്ല. പക്ഷെ അവൻ ഒരിക്കലും നിന്നെ പോലെ ഒരു തറയല്ല. അവൻ ആരോടും ഇതുപോലെ വിശ്വാസവഞ്ചന കാണിക്കത്തുമില്ല എന്ന് കോൺഫിഡന്റ് ആയി പറയുന്നു. ഇവിടെ ബൊറാമും ദോങ്മാനോട് മൂബിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് മൂബിന് ദോങ്മാനോട് ഇത്രയ്ക്ക് ദേഷ്യം എന്ന് നമുക്ക് ഇനിയാണ് മനസ്സിലാവുന്നത്. മൂബിന് ബൊറാമിനെ ഇഷ്ടമായിരുന്നു, എന്നാൽ ബൊറാമിന് ഇഷ്ടം ദോങ്മാനെ ആയിരുന്നു. അവര് രണ്ടുപേരും റിലേഷനിലാവുകയും ചെയ്തു. പക്ഷെ ആ റിലേഷൻ അധിക ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവര് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിയുന്നു. മൂബിൻ ഡോക്ടർ ആവുന്നു. അവൻ ബൊറാമിന്റെ പുറകെ നടന്ന് ബൊറാമിനെ ഡേറ്റ് ചെയ്യുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഒരു ദിവസം മൂബിൻ ബൊറാമിനെ പെട്രോൾ പമ്പിലേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. അത് വെറും ഒരു പെട്രോൾ പമ്പ് അല്ല, ദോങ്മാൻ വർക്ക് ചെയ്യുന്ന പെട്രോൾ പമ്പാണ്. എന്റെ ലവ് റിജക്ട് ചെയ്ത് നീ അവന്റെ ലവ് ആയിരുന്നല്ലേ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ നോക്ക് അവൻ ഏത് നിലയിലാ ഉള്ളതെന്ന് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് മൂബിൻ ബൊറാമിനെ ഡേറ്റ് ചെയ്തതും അവളെ പെട്രോൾ പമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും. അത് മാത്രമല്ല, മൂബിൻ അവളെ ബ്രേക്കപ്പ് ചെയ്ത് തന്റെ വെഡിങ് ഇൻവിറ്റേഷൻ അവൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവൻ എല്ലാം തികഞ്ഞൊരു ചേറ്റയാണെന്ന് അർത്ഥം. അത് കേൾക്കുന്നതേ ദോങ്മാന് ഏറെയും മൂബിൻ ഡേറ്റ് ചെയ്യുന്നതും പറ്റിക്കാൻ വേണ്ടിയാണ് എന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ഇറക്കി കോൾ ചെയ്ത് നോക്കുന്നു. എന്നാൽ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാനാണ്? മൂബിനും ഏറെയും തമ്മിൽ ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുവാണ്. ദേഷ്യം കാരണം മൂബിൻ വാങ്ങിക്കൊടുത്ത ചെരുപ്പും വലിച്ചെറിഞ്ഞ് അവനെയും തെറി വിളിച്ച് വെറും കാലോടെയാണ് ഏറെ അവിടുന്ന് നടന്നു വരുന്നത്. സത്യത്തിൽ ദോങ്മാനോടുള്ള പ്രതികാരം എന്ന നിലയിലായിരുന്നു മൂബിൻ ഏറെയോട് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഏറെയോട് സംസാരിക്കുന്നതിനും അവളോട് അടുത്ത് ഇടപഴകുന്നതിനും അനുസരിച്ച് കൂടുതൽ അവൻ ഏറെയോട് ഫീലിങ്സ് തോന്നുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവന്റെ ഫീലിങ്സിന്റെ കാര്യം അവൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. മൂബിന്റെ ഫ്രണ്ട് ആയിരുന്നല്ലോ ഏറെയോട് പാർട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. മൂബിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ വിവരം അറിഞ്ഞ ഏറെ തകർന്നു പോകുമല്ലോ. അതിനു വേണ്ടിയായിരുന്നു അവന്റെ ഫ്രണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തത്, റിവെഞ്ച് എടുക്കാൻ വേണ്ടി. പക്ഷെ ആ റിവെഞ്ച് കാരണം മൂബിൻ ഒരു ഫ്രോഡ് ആണെന്ന കാര്യം ഏറെക്ക് മനസ്സിലായി. മൂബിൻ ആ വലയിൽ കുടുങ്ങുകയും ചെയ്തു. മൂബിനാണെങ്കിൽ അവന്റെ ഫീലിങ്സിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ അവന്റെ മറ്റേ ഫ്രണ്ട്, നീ ഇത്ര സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, അവക്ക് വേണ്ടി നീ ഇപ്പൊ എന്താ ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് ചെയ്തിട്ടുള്ള ആ ഹോസ്പിറ്റൽ റൂമിന്റെ ബില്ല് പേ ചെയ്തിട്ടുണ്ടാവും, അത്രയല്ലേ ഉള്ളൂ, അത് വിട്ടുകളാ എന്ന് പറയുന്നു. മൂബിൻ, ഞാൻ ആ ബില്ല് പേ ചെയ്യാൻ പോയിരുന്നു, പക്ഷേ അതിനു മുന്നേ ആ ബില്ല് ആരോ പേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഏറെ കിടന്ന റൂമിന്റെ ബില്ല് മൂബിൻ ആയിരുന്നില്ല കേട്ടോ പേ ചെയ്തിട്ടുണ്ടായിരുന്നേ, ദോങ്മാനായിരുന്നു. ദോങ്മാനെയും ഏറെയും പിരിക്കാനായിരുന്നു മൂബിൻ നോക്കിയിട്ടുണ്ടായിരുന്നേ. എന്നാൽ അവിടെ തോറ്റുപോയത് മൂബിനാണ്. ഏറെയുടെ കാര്യത്തിൽ ദോങ്മാനെ തോൽപ്പിക്കാനായിട്ട് മൂബിന് ഒരിക്കലും പറ്റില്ല എന്ന കാര്യം അവന് മനസ്സിലാവുന്നു. ഇവിടെ ഏറെയാണെ ദോങ്മാന്റെ കോളൊന്നും അറ്റൻഡ് ചെയ്യാതെ ഒരു സ്ഥലത്ത് സങ്കടപ്പെട്ടിരിക്കുവാണ്. തിരഞ്ഞ് അവസാനം ദോങ്മാൻ അവളെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ വിഷമം കണ്ട് ദോങ്മാനാകെ ദേഷ്യം വന്ന്, അവൻ എവിടെയാ ഉള്ളതെന്ന് പറ, അവന്റെ തല ഞാൻ തല്ലിപ്പൊട്ടിക്കും എന്നും പറഞ്ഞ് ഏറെയും വിളിച്ചുകൊണ്ട് പോയി മൂബിനെ പഞ്ഞിക്കിടാനുള്ള പ്ലാനാണ്. എന്നാൽ ഏറെ അവന്റെ കൂടെ പോകുന്നതിന് പകരം, നീ എന്തിനാ എന്റെ കാര്യത്തിൽ തലയിടുന്നേ എന്ന് ചോദിച്ച് കരയുവാണ് ചെയ്യുന്നത്. അവള് കരയുന്നത് ആരും കാണാതിരിക്കാൻ വേണ്ടി ദോങ്മാൻ തന്റെ ജാക്കറ്റ് അഴിച്ച് അവളുടെ തലയിലൂടെ ഇട്ടു കൊടുക്കുന്നു. അവള് കൂടുതൽ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ചെയ്യുന്നത്. ദോങ്മാൻ അവളെ ഹഗ് ചെയ്ത്, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഓരോന്ന് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ ഇനി ഒരിക്കലും ഇതുപോലെ ചെയ്യരുത്, ഇനി ആരെയും ഡേറ്റ് ചെയ്യുകയും ചെയ്യരുത് എന്ന് പറയുന്നു. ഏറെ പെട്ടെന്ന് എഴുന്നേറ്റ്, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനാ എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ആക്കുന്നേ എന്ന് ചോദിക്കുന്നു. അവിടെ കൺഫ്യൂസ് ആവുന്നത് ദോങ്മാനാണ് കേട്ടോ. ഏറെ എന്താ പറയുന്നതെന്ന് അവൻ ഒരു ഐഡിയയും കിട്ടുന്നില്ല. നീ ഇതുപോലെ ഓരോന്ന് ചെയ്യുമ്പോൾ എന്റെ ഹാർട്ട് ബീറ്റ് കൂടുവാണ് എന്നേറെ പറയുന്നു. ദോങ്മാൻ അത് കേട്ട് ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. ഇതോടുകൂടെയാണ് കേട്ടോ 7ാമത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.